മഞ്ഞുമൽ ബോയ്സുമായിട്ട് എനിക്ക് വരുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സിറാജ് VH എന്ന് പറയുന്ന ആൾ എൻ്റെ പണമാണ് എടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടി ഞാൻ 2020 പിന്നെ ജൂൺ മാസം ഇയാളുടെ പവർ ഓഫ് അറ്റോർണി വാങ്ങിച്ചിട്ട് ഇയാളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ചരക്കെടുത്ത് 13 കോടിയോളം രൂപയുടെ ചരക്കെടുത്ത് ഇയാൾക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് അയച്ചു കൊടുത്തു. എല്ലാ രേഖകളും സമർപ്പിച്ച് നമ്മൾ പിന്നെ അതിന് പുള്ളി അതിൻ്റെ 6.5 കോടിയോളം രൂപ ബാക്കി നിന്നപ്പോഴാണ് അവിടുന്ന് കുടുംബവുമായിട്ട് എൻ്റെ പേരിലുള്ള ചെക്ക് നൽകിയിട്ട് തിരിച്ചു പോരുമെന്ന് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് ഇവിടെ വന്ന് പൈസ ആവശ്യപ്പെട്ടിട്ട് പൈസ തരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ പലതവണ പല രീതിയിലും അതിന് ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അതിനൊന്നും പുള്ളി വഴങ്ങിയില്ല. ഒടുവിൽ അവിടുന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലിൽ കൊണ്ടുപോയി ആക്കിയിട്ടും പുള്ളി അതിൽ ഒരു തീരുമാനവും കൈക്കൊണ്ടില്ല, ഒരു നടപടിയും കൈക്കൊണ്ടില്ല. ഇപ്പോൾ ഇവരുടെ അവസ്ഥ വളരെ മോശമാണ്. ഒരു വാടകയ്ക്കാണ് കൊടുക്കുന്നത്. ഒരുപാട് കാശ് പോയി എന്നാണ് പറയുന്നത് പുള്ളി. അപ്പോൾ അതിലൂടെ നമ്മൾ പറയുന്ന സ്ഥിതിക്ക് ഭയങ്കര മോശമായ അവസ്ഥ. ഇപ്പം ഭയങ്കര ദാരിദ്ര്യമായ ഒരു അവസ്ഥ തന്നെയാണ്. ഒരുപാട് കടമുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മളോട് പറയുന്നവർക്ക് നമുക്കതൊക്കെ അറിയാം. എത്ര കാലമായിട്ട് അറിയാൻ സാധിക്കുക? ഇവിടെ ഞാൻ ഒരുപാട് വർഷങ്ങളായി പുള്ളിനെ കാണാൻ തുടങ്ങിയിട്ട്. വർഷങ്ങളായിട്ട് ഇവിടെ വീടായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. ഇവരച്ഛനും ബാപ്പയും ഉമ്മയും ഇവിടുത്തെ അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. കടയിൽ വന്ന് പോയി കുട്ടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നല്ലൊരു ബന്ധമാണ് ഇവരായിട്ട്. നമ്മളിപ്പോൾ കണ്ട ഇതിൽ നമുക്ക് അങ്ങനെയുള്ളതൊന്നും ഒരു തോന്നിയിട്ടില്ല. നല്ലൊരു ഇതായിട്ട് തോന്നിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചതായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കൊരു മനസ്സിനുമായിട്ടൊരു വിഷമമുണ്ട്. പുള്ളിയുടെ കാശ് ഇങ്ങനെ പോയില്ല എന്നുള്ള രീതിയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം തിരക്കി ശരിയായ രീതിയിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ തിരക്കി. അപ്പോൾ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വലിയൊരു വിജയമായിട്ടല്ല കണ്ടത്. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ആളുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല. ശരി, എങ്ങനെയല്ല ഇങ്ങനെ പൈസ പോയ കാര്യം നമ്മൾ അറിഞ്ഞത് പിന്നീടാണ്. നല്ല രീതിയിൽ ജീവിച്ചത് ഇവർ ബാപ്പയുള്ളപ്പോൾ മുതൽ നല്ല രീതിയിൽ ജീവിച്ചത് ഇവർ. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയി. 3 പെൺമക്കളും പെൺപിള്ളേർ അല്ലേ? അപ്പോൾ അവരുടെ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്ന വരുമാനം കൊണ്ട് അവിടെ ജീവിച്ചു കൊടുക്കും. അപ്പോൾ 2-3 വാടക വീടായി വന്ന പരിചയം. ഞാനിപ്പോൾ വന്നിട്ട് 2 വർഷമായി. പുള്ളി ചായ കുടിക്കാനൊക്കെ വന്നുള്ള പരിചയം ബന്ധങ്ങളായിരുന്നു. ഈ സാദിക്കെന്ന് പറഞ്ഞ ആളെ അറിയാമല്ലോ. തീർച്ചയായിട്ടും. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഇറങ്ങിയത് കണ്ടായിരുന്നല്ലോ. മഞ്ഞുമൽ ബോയ്സിന് സിറാജ് എന്ന് പറഞ്ഞ ഒരാളാണ് പ്രൊഡ്യൂസർ എന്നാണ് പറയുന്നത്. അദ്ദേഹം ലാഭം കിട്ടിയിട്ട് അദ്ദേഹത്തിന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ കേസ് നടക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം അവിടെ നിന്നുള്ള ചെമ്മീനുകളെല്ലാം അദ്ദേഹത്തെ ഇവിടെ എത്തിച്ച് അതിൽ നിന്ന് കിട്ടിയ വരുമാനം മേടിച്ചിട്ടാണ് ഇദ്ദേഹം ഈ മഞ്ഞുമൽ ബോയ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഈ സാദിഖയെ പറ്റി എന്താ പറയുക? ഇപ്പോൾ അയാൾ വളരെ ബുദ്ധിമുട്ടാണ്. പൈസ അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ടുമില്ല. എന്താണ് പറയുന്നത്? സാദിഖ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അതായത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിലും എനിക്ക് മോശമായിട്ടൊന്നും പറയാനില്ല. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ഉന്നതിയിൽ ജീവിച്ച ഒരാളാണ്. കുറേ നാളുകളായിട്ട് അവനെ അന്വേഷിക്കുമ്പോൾ കേൾക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്, അവൻ്റെ ജീവിതം പ്രശ്നങ്ങളിലാണെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, അവൻ എന്താ സംഭവിച്ചതെന്നുള്ള അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ പലരും പറഞ്ഞൊരു റൂമർ പോലെയാണ് ഇങ്ങനെ പൈസ മുടക്കിയതും ഒരാൾ ചതിച്ചതും ഒക്കെ നമ്മളിങ്ങനെ കേൾവിയുള്ളൂ. പക്ഷേ ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ ഒരു മോശമായ ഒരാളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം നല്ലൊരു കുടുംബത്തിൽ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ജീവിച്ച ഒരാളാണ്. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ ഇങ്ങനെ ചതിയിൽ പെട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തമായ അതൊക്കെ തകർന്ന് സാമ്പത്തികമായി മറ്റാരോ ചതിച്ചതാണെന്ന് ഈ സാധനം ഇവിടെ ഒരു സിറാജ് എന്ന് പറഞ്ഞ ആളെ വിശ്വസിച്ച് ഇവിടെ ഇറക്കി അദ്ദേഹം അതൊക്കെ കളക്ട് ചെയ്ത കാശ് അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ടില്ല. ആ കാശാണ് ഈ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. 3 പെൺകുട്ടികളുള്ള ഒരു അച്ഛനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ചതി നേരിടുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജനത പ്രതികരിക്കണം. കാരണം ഇതിനെതിരെ നമ്മളെപ്പോഴും എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അവൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഒരാൾ 3 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പിതാവിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ്റെ അധ്വാന ഫലമാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിലയും വിലയും ഇപ്പോൾ കൊടുക്കണം എന്ന് പറയുന്ന ആൾക്ക് സാമ്പത്തികമായി ഉള്ള ആളാണ്. അപ്പോൾ പിന്നെ അയാൾ തീർച്ചയായിട്ടും ഇത് കൊടുത്തുകൂടെ? തീർച്ചയായിട്ടും അയാൾക്ക് കിട്ടിയ ഒരു ലാഭത്തിൽ നിന്ന് അവനൊരു പങ്ക് കൊടുക്കുക. അതിന് ന്യായമായ ഒരു മാനുഷികമായ പരിഗണന കൊടുക്കണം. അവൻ്റെ ഭാഗത്ത് തന്നെ തീർച്ചയായിട്ടും നിൽക്കുന്നത്. ഒറീസയിൽ ഇപ്പം ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, പോലീസ് കൊണ്ടുപോയി. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പരാതിപ്പെടുന്നു. ഇദ്ദേഹം സിറാജിനെ വിശ്വസിച്ച് സിറാജിൻ്റെ പേരിലുള്ള ചെക്ക് ഇദ്ദേഹം അവിടെ ആൾക്കാർക്ക് കൊടുത്തു. പക്ഷേ അത് റിജക്റ്റ് ചെയ്ത് തള്ളിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കേസായി. പിടിച്ചുകൊണ്ട് പോകുന്നത് ഇദ്ദേഹത്തെയാണ്. പോലീസ് വന്നു, ഒറീസയിൽ നിന്നുള്ള പോലീസ് ഇവിടെ എത്തി വീട്ടിൽ വന്ന് ആളെ പൊക്കിക്കൊണ്ട് പോകുന്നു. 1 മാസം അവിടെ ജയിലിലായിരുന്നു.
രാഷ്ട്രീയമായ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാണ് ഇതുപോലെയുള്ളൊരു പാവങ്ങളെയൊക്കെ പിടിച്ചിട്ട് പറ്റിക്കുന്നത്. അപ്പം അതായത് കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരനെ മാറ്റി നിർത്തുന്ന ഒരു ഇന്നത്തെ ഒരു നിയമസംഹിതയാണത്. ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ സർക്കാരും പോലീസും ഒക്കെ നിൽക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ സ്വാധീനമില്ലാത്തത് കൊണ്ടായിരിക്കാം അവൻ്റെ വിഷയം ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ളൊരു സംരക്ഷിക്കുക, അതായത് അങ്ങനെ അവരെ സംരക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്ന പണം മതിയല്ലോ ഇവൻ്റെ പണം തീർക്കാൻ, ഇല്ലേ? അതായത് അവരെ സംരക്ഷിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരും കുറേ മറ്റ് നിയമസംഹിതകളും ഒക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന ആ പണം മതി സത്യത്തിൽ ഇവൻ്റെ പ്രശ്നം തീർക്കാനായിട്ട്. അങ്ങനെയെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം അല്ല, നമ്മളിങ്ങനെ കാണുന്നുമില്ല അറിയുന്നുമില്ല ഇവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇടയ്ക്ക് നമ്മളൊന്ന് കണ്ടപ്പോഴും എനിക്ക് വിഷമം തോന്നി. കാരണം ഞങ്ങളെ കണക്ട് ചെയ്യുന്ന വേറൊരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. അപ്പോൾ അവനോട് ഞാൻ ഇടയ്ക്ക് അവൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ സൂചിപ്പിയോട് ചതിയിൽ പെട്ടുപോയതാണ് അവനെന്ന് പറഞ്ഞു. കാരണം ചതിയിൽ പെട്ടുപോകാനേ സാധ്യതയുള്ളൂ. കാരണം ആരെയും ചതിക്കാനൊരു മനസ്സുള്ളവനല്ല അവൻ. നിയമസംഹിതയുടെ ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഒരു രാഷ്ട്രീയ കളി, ഒരു സാമ്പത്തികമുള്ളവൻ്റെ കൂടെ മാത്രം നിയമം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു പാകപ്പഴ എന്ന് പറയുന്നത്. ഒരുത്തൻ്റെ ബുദ്ധിമുട്ട് കാണാൻ മനസ്സില്ലാത്ത നിയമം എന്തിനാണ്? അങ്ങനെയുള്ള നിയമമൊക്കെ മാറ്റപ്പെടണം. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ശരി, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ചെന്ന് ഞാൻ സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഓരോ ആളുകളുടെ ആവശ്യത്തിന് പോകുന്ന ഒരാളാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ പലതും ഈ ബാക്ക് ഡോറിലൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നൊരു സംവിധാനം. എനിക്കിതുവരെ ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എങ്കിലും പല സംവിധാനങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും സാദിഖിനും നേരിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും അവൻ എൻ്റെ ബാല്യകാല സുഹൃത്തെന്നുള്ള രീതിയിൽ, ഒരുപക്ഷെ സംഘടന എങ്ങനെയായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തെന്ന ഒരു പൊതുപ്രവർത്തക, ഒരു എഴുത്തുകാരിയാണ് ഞാൻ. കഴിഞ്ഞ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 13ാമത്തെ പുസ്തകം ഇറങ്ങിയപ്പോൾ ഒരു എഴുത്തുകാരി എന്ന നിലയിലും അങ്ങനെ അറിയാമായിരുന്നു. അല്ലാണ്ട് ബുദ്ധിമുട്ടാന്ന് അറിയാമായിരുന്നു. അല്ലാണ്ട് വേറെ കൂടുതലായിട്ട് അങ്ങനെ പറയാറില്ല. അതാണ് സത്യം. കാരണം നമ്മുടെ വിഷമങ്ങൾ അങ്ങനെ ആരോടും പറയില്ല. അങ്ങനെ ഇടക്ക് വരും ചാടിക്ക്, ആ ഒരു ഇതില്ല അങ്ങനെ കണ്ട പരിചയമാണ്. അല്ലാണ്ട് വേറെ കൂടുതലായിട്ട് നമുക്കൊന്നും അങ്ങനെ അറിയാം. ഇടപ്പുറത്താന്നല്ല നമുക്കറിയാം. സ്വന്തമായിട്ടൊരു വരുമാനം പോലും ഇല്ല. ഷബീന. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയെ കണ്ടതല്ലേ? ഇഷ്ടപ്പെട്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഒത്തിരി വിവാദങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ സാമ്പത്തികമായി കിട്ടിയില്ല, സിറാജ് എന്ന് പറയുന്ന ഒരാൾ. ശരിക്കും പറഞ്ഞാൽ സിറാജിന് കാശ് മുടക്കിയത് ആരാന്നറിയാം? സാദിഖ് എന്ന് പറഞ്ഞ ആൾ. ആ അറിയാമോ? സാദിഖിനെ എനിക്കറിയാം. ഒരു 25 വർഷത്തോളമായി എനിക്കറിയാം. എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വാപ്പായും കൂടെയാണ്. പുള്ളി നല്ല രീതിയിൽ, ഞാനൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. പുള്ളിക്ക് വീട് ഉണ്ടായിരുന്നു, 2 വീടുണ്ടായിരുന്നു, കടയുണ്ടായിരുന്നു, എല്ലാം നല്ല രീതിയിൽ ജീവിച്ചിരുന്നു. പെട്ടെന്നാണ് പുള്ളി ഈ സിനിമേൻ്റെ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ആകെ ഇതായി. കുറേ കേസും കാര്യങ്ങളും. പുള്ളിക്ക് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട്. വൈഫാണെങ്കിലും ഈ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കി കടകളിൽ കൊടുത്ത് അങ്ങനെ ഒരു ഇതൊക്കെ അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആൾക്കാരല്ല. അവർ നല്ല രീതിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. പിന്നെ എന്തോ അവരുടെ കാലം മോശമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അങ്ങനൊരു നമുക്കറിയാവുന്ന ആളാണ്. ആൾ കുഴപ്പമില്ല, നല്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും നന്നായിട്ട് അറിയാം. നേരത്തെ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. സാദിഖാക്ക് വന്ന സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വീട് വരെ നഷ്ടപ്പെട്ടു. വീടില്ല, കടയില്ല. ഇപ്പം അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു, അതുപോലും എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു ജീവിതമാണ്. ഇപ്പോൾ ഭയങ്കര വാടകയ്ക്കൊക്കെ താമസിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങേർക്ക് ഒരു സഹായമൊക്കെ ചെയ്ത് അങ്ങേരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഇതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ. പിള്ളേരാണ്. അയാൾക്ക് വീടുണ്ടായിരുന്നാണല്ലോ. ഇപ്പോഴും ഇതേ കോടതി സീൽ ചെയ്ത് ഒരു വീട് കിടപ്പുണ്ട്, 2 വീട് കിടപ്പുണ്ട്. കോടതി സീൽ ചെയ്ത് വീട് കിടക്കണേ. പുള്ളിക്ക് അത് വിൽക്കാനും പറ്റണില്ല. എന്നുവെച്ചാൽ വിറ്റാലും അത് കോടതിക്ക് അതിന് ആ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് കോടതി സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് വീട്. അത് ഈ വിഷയമായിട്ടായിരിക്കും. സിനിമേൻ്റെ കടത്തിൻ്റെ ബാധ്യത വന്നിട്ട് തന്നെയാണ്. അങ്ങേർക്ക് കുറേ നല്ല കടബാധ്യത ഉണ്ട്. പിന്നെ മാനസികമായിട്ടും പുള്ളി തകർന്നു പോയി. മാനസികമായിട്ടും പ്രശ്നം വന്ന് പുള്ളിക്ക് ഇച്ചിരി ചികിത്സയൊക്കെ വേണ്ടി വന്നതിന്. അതൊക്കെ പിന്നെ പിള്ളേരുടെയൊക്കെ ഒരു ഇതിലാണ് പുള്ളി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പിള്ളേർ ട്യൂഷൻ എടുക്കുന്നുണ്ടും. പിള്ളേർ ട്യൂഷൻ എടുക്കും. ഇപ്പോൾ 2ാമത്തെ മോൾക്ക് ചെറിയ ജോലിയുണ്ട്, പഠിച്ച് അതിനൊരു ജോലിയുണ്ട്. അതും കല്യാണപ്രായമായ കുട്ടിയാണ്. കല്യാണം പറഞ്ഞിരിക്കാന്ന് പറയുന്നത്. ഒരു കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ട്. എത്ര കാലമായിട്ട് അറിയാം? എനിക്ക് സാധിക്കാൻ ഒരു 24 വർഷമൊക്കെ ആയിട്ട് അറിയാം. അന്നൊക്കെ നല്ല രചന ജീവിച്ചാണ്. നല്ല അടിപൊളിയായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ജീവിത സാഹചര്യം ഒത്തിരി മോശമായിരുന്നു. ഒരുപാട് മോശമാണ്. ഇപ്പോഴും വലിയ ഇതൊന്നും ആയിട്ടില്ല. വളരെ മോശത്തിലാണ് പുള്ളി ജീവിക്കുന്നത്. അല്ല, പുള്ളി പറയുന്നത് അന്ന് കൊടുത്ത ഈ സിറാജിന് കൊടുത്ത പൈസ ഇന്ന് അദ്ദേഹത്തിന്റെ ചെലവിനെങ്കിലുള്ള പൈസ കിട്ടിയാൽ മതി എന്നാ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.